ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തിരുനാവായി മുകുന്ദനെ കാണാനാണ്. ക്ഷേത്ര ദർശനവും അവിടുത്തെ ബാക്കി കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ബലിയിടുന്ന ക്ഷേത്രങ്ങളാണ് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രം, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, വയനാടാണത്. പിന്നെ ഒന്ന് മലപ്പുറത്തുള്ള തിരുനാവായി മുകുന്ദ ക്ഷേത്രം. ഇത് 3ഉം ചരിത്രപ്രസിദ്ധമായ 3 ക്ഷേത്രങ്ങളാണ്. ഇവിടെ വന്ന് ബലിതർപ്പണത്തിന് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഈ കാണുന്നത് അവിടുത്തെ അരയാലാണ്. അവിടുത്തെ നിളാനദി, ഭാരതപ്പുഴയാണിത്. പിന്നെ അതിൻ്റെ അടുത്ത് ഈ കാണുന്നതാണ് പഴുക്കാ മണ്ഡപം. ഇവിടെ ഇരുന്നാണ് പണ്ട് മാമാങ്കം, അവിടുത്തെ ഉത്സവം എല്ലാം കാണാൻ മഹാറാണിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് പഴുക്കാ മണ്ഡപം വളരെ പ്രസിദ്ധമായ സ്ഥലമാണിത്. പക്ഷെ മേളിലോട്ട് കയറാനുള്ള അനുവാദമില്ല. അത് കുറച്ച് പണികൾ ചെയ്തവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. താഴെ നിന്നാണ് ഞങ്ങളിത് കണ്ടത്. അവിടുത്തെ ബോർഡും വായിച്ചു. ഇനി ക്ഷേത്രവും നല്ലത്, ക്ഷേത്രവും പരിസരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. പാട്ട് കേട്ടല്ലോ. ഇതാണ് അവിടുത്തെ മാമാങ്കം നടന്നതിൻ്റെ പ്രസിദ്ധമായ സ്ഥലമാണ് ഈ ക്ഷേത്രവും പരിസരവും. പിന്നെ അടുത്ത് ഞങ്ങൾ പോകുന്നത് മരുന്നറയിലോട്ടാണ്. അത് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മരുന്നറയിൽ പോകാൻ. മരുന്നറയിലെത്തി. അവിടുത്തെ പ്രവേശന സമയം 9:30 മുതൽ 5 മണി വരെയാണ്. അവിടെ ഞങ്ങൾക്ക് ഗീത എന്ന ഒരാളിനെ കിട്ടി. പുള്ളിക്കാരി നല്ല ഗൈഡാണ് തന്നത്. ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി അറിവുകൾ തന്നു. അങ്ങനെയുള്ള യാത്ര മരുന്നറയിലോട്ട് കുറച്ച് സ്റ്റെപ്പ് കയറിയാണ് മേളിലോട്ട് പോകേണ്ടത്. ഇനി അകത്തോട്ടുള്ളൊരു യാത്ര. അകത്തോട്ട് കയറുമ്പം കുറച്ച് ഇരുട്ടായിരുന്നു. പിന്നെ മൊബൈലിൽ എൻ്റെ ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങളത് കണ്ടത്. ഇവിടെയാണ് യുദ്ധം നടക്കുന്ന സമയത്തുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മരുന്നറ. നല്ല ഇതാണ് കാണാൻ. അവിടെ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. വെട്ടുകല്ലാണ്, മൊത്തം വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് ഇവർ. ഇനി അവിടെ നിന്ന് തിരിച്ച് പുറത്തോട്ട് പോവുകയാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ. ഇനി പോയത് മണിക്കിണർ. ഈ മണിക്കിണർ പറ്റി ഒരുപാട് പറയാനുണ്ട്.
യുദ്ധത്തിൽ പരിക്കേറ്റ് മരിച്ചവരെയും എല്ലാം ഈ മണിക്കിണറിലാണ്. നല്ല ആഴമുണ്ടായിരുന്നു പണ്ട്. അതിനകത്ത് ഇട്ട് ആനയെ കൊണ്ട് ചവിട്ടി, ഇവിടെ എഴുതിയിട്ടുണ്ടല്ല, ആന കിണറ്റിലോട്ട് ഇട്ടിട്ട് ആനയെ കൊണ്ട് ചവിട്ടിയാണ്. അത്രയ്ക്കും ബോഡികളായിരുന്നു, ഡെഡ് ബോഡി. ഇപ്പോഴും വർഷത്തിലൊരിക്കൽ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ മേളിലുള്ള മണ്ണ് മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ, അടിയിലോട്ടൊന്നും ചെയ്യില്ല. ഒത്തിരി ആഴമുണ്ടെന്ന് പറയുന്നു. എന്തായാലും അതും കാണാനുള്ള ഭാഗ്യം കിട്ടി. ഇങ്ങനെ മേളിൽ നിന്ന്, ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ വലിയ ആഴമായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഉള്ളിലോട്ട് നല്ല ആഴമുണ്ട്. മണ്ണിട്ട് മൂടിയിരിക്കുകയാണത്. തിരുനാവായ ക്ഷേത്രവും ഇതെല്ലാം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം. ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് ഇതെല്ലാം, വലിയ ദൂരമില്ല. ഇതാണ് നിലപാട് തറ. ഇവിടെ വച്ചാണ് മാമാങ്കത്തിൻ്റെ ഇത് കുറിക്കുന്നത്. ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, ശിവലിംഗമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തറയാണ് കാണുന്നത്. ഇപ്പം ഇല്ല അത്. ഇവിടെയാണ് മഹാരാജാവ് വാളെടുത്തിട്ട് നിലപാട് അറിയിക്കുന്നത് മാമാങ്കത്തിനുള്ള. അതാണ് ഇതിൻ്റെ പേര് നിലപാട് തറയെന്ന് വന്നത്. അവിടെ തന്നെ ഒരു കിണറും ഉണ്ട്. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അതാണ് കിണർ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത്, ഞങ്ങളിനി അടുത്തത് പോയത് ചങ്ങമ്പള്ളി കളരി. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഇതാണ് തറ, കളരിത്തറ. ഇപ്പോഴും അത് വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. കളരി ദൈവങ്ങൾ അധിവസിക്കുന്ന സ്ഥലം.
ഇതുവഴിയാണ് കയറി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇട്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരെയും അകത്തോട്ട് കയറ്റത്തില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴിക്ക് കുറ്റിപ്പുറം പാലം, അപ്പോൾ അവിടെ പണി നടക്കുകയാണ്. ഇത് പഴയ പാലം. ഇപ്പം പുതിയ റോഡ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ പണി നടക്കുകയാണ്.